വളരെ പരിപാവനമായ ഒരിടത്ത് തീവെട്ടുകൊള്ള നടന്നു. അത് ഈ സർക്കാരിന്റെ കാലത്താണ്. സർക്കാർ ഒന്നും ചെയ്യാനായില്ല. ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദം, സ്വർണ്ണപ്പാളി വിവാദം, അത് CPM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? ഇവരൊക്കെ സ്വമേധയാ ഒരു തീരുമാനമെടുത്ത് ഇതൊന്നും കടത്തിക്കൊണ്ടുപോകാൻ ആവില്ല. പാർട്ടിക്ക് ഔപചാരികമായ ഒരു ബന്ധമില്ല, പക്ഷെ പാർട്ടിയുടെ നേതാക്കൾക്ക് ബന്ധമുണ്ട്. ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും പാർട്ടിയുടെ ഒരു ഘടകത്തിനും ഔപചാരികമായി എടുക്കാനാവില്ല, എടുത്തിട്ടുമില്ല. എടുത്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. ആ രീതിയിൽ അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആരോപണം മാത്രമല്ല, അന്വേഷണം നീളുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്താൽ അകത്തുള്ള പത്മകുമാറിനെയാണോ പുറത്തുള്ള പത്മകുമാറിനെയാണോ കൂടുതൽ പേടിക്കേണ്ടത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇനി CPM-നെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് സാറാണ് ഉള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് CPM-ലേക്ക് ഏറെ അടുത്തിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെയായിരിക്കും CPM-നെ ബാധിക്കുക? CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുമോ ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്? ഒരുപക്ഷെ ശബരിമലയെക്കുറിച്ച് ഏറെ ആഴത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദം, സ്വർണ്ണപ്പാളി വിവാദം, അത് CPM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? ഉടനടി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും ഇനി വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ സംഭവിക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമോ? കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയ ആകമാനം മാറ്റിമറിക്കാൻ തക്ക വലിപ്പമുണ്ടോ ഈ ഒരു വിവാദത്തിന്? ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് CPM എന്ന പാർട്ടി മുൻകാലങ്ങളിൽ വിശ്വാസ സമൂഹത്തെ കൈകാര്യം ചെയ്തത് ന്യൂട്രലായിട്ടാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാം. പാർട്ടിക്ക് ഔദ്യോഗിക മതമൊന്നുമില്ല, ഒരു മതത്തോടും പ്രത്യേകിച്ച് ആഭിമുഖ്യമില്ല. നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമായ, റാഷണൽ തിങ്കിങ്ങിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയുടെ ആദ്യകാല നേതാക്കന്മാരെല്ലാം തന്നെ മതഘടനകളുമായി അകലം പാലിച്ചിരുന്നു. പക്ഷേ വിശ്വസിക്കാനും വിശ്വാസം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അനുവാദത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് അവിടെയാണ്. പക്ഷേ ഇപ്പോൾ വിശ്വാസ ഘടനകൾ, ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ, അവിടെ ഉണ്ടാകുന്ന സമ്പത്ത്, ആ സമ്പത്ത് മാനേജ് ചെയ്യാനുള്ള ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്, അതിൻ്റെ തലപ്പത്ത് നോമിനികളായി വരുന്നവർ പാർട്ടി നേതാക്കൾ തന്നെയാണ്. ഏറെക്കാലമായി അതായിരുന്നു പതിവ്. അതുകൊണ്ട് ഈ പത്മകുമാർ എന്ന മുൻ കോന്നി MLA ആകട്ടെ, വാസു എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെയായ ആളാകട്ടെ, ഇവരൊക്കെ തന്നെ CPM-ന്റെ സജീവ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ആയിരുന്നു. മുൻകാലങ്ങളിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന K. അനന്തഗോപൻ ആകട്ടെ, മറ്റെല്ലാവരും തന്നെ CPM-ഉമായിട്ട് അടുത്ത്, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, UDF ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് ഏക വ്യത്യാസം വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. K. ജയകുമാർ എന്ന ചീഫ് സെക്രട്ടറി ആയിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ, IAS റിട്ടയർഡ്, അദ്ദേഹത്തെ ശബരിമലയിലെ തലപ്പത്ത് കൊണ്ട്, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നത് ഒരു മാസ്റ്റർ സ്ട്രോക്കായി വേണമെങ്കിൽ കാണാം. പക്ഷേ CPM-നെ ഇത് ബാധിക്കുമോ എന്നാണ് ചോദിച്ചതെങ്കിൽ ഓൾറെഡി ബാധിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ നിഗമനം. കാരണം താഴെ തട്ടിലെ ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഒക്കെ. പക്ഷേ അവർ ഓൺ ദെയർ ഓൺ, ശബരിമല പോലെ പ്രത്യേകിച്ച് സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ ഇഫക്റ്റ് ഉള്ള ഇടങ്ങളാണ് ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ കട്ടിള പടിയും എല്ലാം തന്നെ. അവിടെ എല്ലാമുള്ള അറ്റകുറ്റപ്പണികൾക്കായി ഇവരൊക്കെ സ്വമേധയാ ഒരു തീരുമാനമെടുത്ത് ഇതൊന്നും കടത്തിക്കൊണ്ടുപോകാൻ ആവില്ല. അതുകൊണ്ട് ഏറ്റവും ഉന്നത തലത്തിൽ നിന്ന് തന്നെ ഒന്നുകിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി തന്നെ അറിവോടെ, സമ്മതത്തോടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ആ CPM നേതാവിൻ്റെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും അനുഗ്രഹാശിസകളോടും മാത്രമേ ഇത് നടക്കൂ എന്നാണ് വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ചിന്ത.
ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. നേരാണ്, പാർട്ടിക്ക് ഔപചാരികമായ ഒരു ബന്ധമില്ല. പക്ഷെ പാർട്ടിയുടെ നേതാക്കൾക്ക് ബന്ധമുണ്ട്. പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ കൂടിയാണല്ലോ. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്നു, ഒരു ആദർശമുണ്ട്, അവർക്ക് ചില ഐഡിയോളജീസ് ഉണ്ട്. അങ്ങനെയാണ് പാർട്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യക്തികൾ തീർച്ചയായും ഇൻവോൾവ് ആണ്. CPM ലീഡേഴ്സ് ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദിസ് ഇൻസിഡൻറ്റ്. അതുകൊണ്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM, കേരളത്തിലെ CPMന് ഒഴിഞ്ഞു മാറാനാവില്ല. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇത്രയും കാലം പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ പങ്കില്ല എന്ന് ആവർത്തിച്ചിരുന്ന പാർട്ടി നേതൃത്വം, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ അറസ്റ്റിലായതോടെ ഇനി എന്തു പറഞ്ഞു നിൽക്കും എന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അത് പ്രതിരോധിക്കാനാവാത്ത അവസ്ഥയിലാണ്. സ്വർണ്ണ കവർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇനി CPMന് ഒഴിഞ്ഞു മാറാനാകും? ഒരു വിശാലമായ ശൃംഖലയിലെ ഒരു കണ്ണിയാണ്, സാമാന്യം മേലെ തട്ട് നിൽക്കുന്ന ഒരു കണ്ണിയാണ് ശ്രീ പത്മകുമാർ. പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, CPM നോമിനിയാണ്. പത്മകുമാറിനും മുകളിൽ നിൽക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന മന്ത്രിമാർ, അതിപ്പോഴത്തെ മന്ത്രി വാസവൻ മാത്രമല്ല, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതിനകത്ത് പങ്കാളി തന്നെയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾ തന്നെയാണ്. നേരിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന നിഗമനം, ഏറ്റവും വലിയ ആരോപണം കേൾക്കേണ്ടി വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശ്രീ പത്മകുമാറിനെ പരിചയപ്പെടുത്തിയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് ഒരു 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 വർത്തമാനം വളരെ പ്രബലമാണ്. അത് പത്മകുമാർ തന്നെ മൊഴിയുടെ രൂപത്തിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനല്ല. അതുകൊണ്ട് CPMന് പുറമേ പറയാൻ സാധിക്കും, CPM പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇങ്ങനെയൊരു സ്വർണ്ണ പാളി കച്ചവടമാക്കുന്നതിനോ ഇളക്കിക്കൊണ്ട് പോകുന്നതിനോ ഉരുക്കി മാറ്റുന്നതിനോ അല്ല എങ്കിൽ ഇടനിലക്കാർക്ക് കൈ കൊടുത്തുവിടുന്നതിനോ സ്പോൺസറെ കണ്ടെത്തുന്നതിനോ ഉള്ള ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും പാർട്ടിയുടെ ഒരു ഘടകത്തിനും ഔപചാരികമായി എടുക്കാനാവില്ല, എടുത്തിട്ടുമില്ല. എടുത്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. പക്ഷെ പാർട്ടി നേതാക്കൾ ആ തീരുമാനത്തിൽ പങ്കാളികളാണെങ്കിൽ ആ നേതാക്കൾ ഇപ്പോഴും പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സമുന്നതമായ സ്ഥാനങ്ങളിൽ തുടരുമ്പോൾ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ആ സെൻസിൽ പത്മകുമാർ എന്ന വ്യക്തി ഇപ്പോഴും പാർട്ടി അംഗം തന്നെയാണ്. മറ്റ് ആരോപണ വിധേയരും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഏറെ ഉത്തരങ്ങൾ പറയാനുള്ള ബാധ്യതയുണ്ട്. ശരിക്കും ഈ N വാസുവിനെയും പത്മകുമാറിനെയും ഇപ്പോഴും പാർട്ടി തള്ളിപ്പറയാത്തതും പുറത്താക്കാത്തതും CPMനുള്ള ഭയം കൊണ്ടാണ്. സ്പില്ലിംഗ് ദ ബീൻസ് എന്ന ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. തത്ത പോലെ വിളിച്ചു പറയുന്ന ഒരു അനുഭവം. അളമുട്ടിയാൽ ഏത് പാമ്പും കടിക്കും. അതുകൊണ്ട് പത്മകുമാറിനെ സമ്മർദ്ദപ്പെടുത്തിയാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിരന്തരമായി ചോദ്യം ചെയ്യലൂടി പത്മകുമാറിനെ വലിയ സമ്മർദ്ദത്തിൽ ആക്കിയാൽ, പത്മകുമാർ പെട്ടത് മറ്റു ചിലർ സമ്മർദ്ദത്തിലായതുകൊണ്ടാണ്. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ പേരാണല്ലോ പത്മകുമാറിൻ്റേത്. ഇനി പത്മകുമാറിൻ്റെ വിചാരണയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം താൻ ഒരു നിമിത്തം മാത്രമേ ആയുള്ളൂ, അതുകൊണ്ട് വൻപൻ സ്രാവുകൾ തനിക്ക് മേലെയുണ്ട് എന്ന് പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളും അതേ രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇനി കടകംപള്ളിയുടെ അറസ്റ്റ് കൂടി ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കും? തിരുവനന്തപുരം ജില്ലയിലെ അതിശക്തനായ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം MLA ആണ്, പല പ്രാവശ്യം MLA ആയ ആളാണ്, മുൻ മന്ത്രിയാണ്, ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ്, നല്ല ഒന്നാന്തരം സംഘാടകനാണ്, വളരെ ജനകീയനായ നേതാവുമാണ്. പക്ഷേ അഴിമതിയുടെ കറ അദ്ദേഹത്തിന് മേൽ പുരണ്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുൻകാല ചില ചെയ്തികൾ. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കടകംപള്ളി പുലർത്തുന്ന ഒരു മൗനമുണ്ട്. പൊതുവെ ഒരു ബ്രേവ് ഫേസ് നടിക്കുമ്പോഴും
കാറ്റഗറിക്കായി ഒന്നും തന്നെ പറയുന്നില്ല. ആകെ പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ദേവസ്വം ബോർഡിന് ഒരു തീരുമാനങ്ങളും എടുക്കുന്നത്. മന്ത്രിയുടെ മുമ്പിൽ ഒരു ഫയലുകളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടത് ആ രീതിയിൽ വരാറുമില്ല. അപ്പോൾ ആ രീതിയിൽ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഒരു പങ്കാളിത്തവുമില്ലാത്ത തന്നിലേക്ക് ആരോപണങ്ങൾ വരുന്നതിൽ കടകംപള്ളി സുരേന്ദ്രൻ അസ്വസ്ഥനാണ്, ഖിന്നനാണ്. പക്ഷേ അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഇപ്പോൾ കൈ ചൂണ്ടുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന വ്യക്തിയിലേക്കാണ്. ഒരുപക്ഷെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഇത് അറിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷെ വകുപ്പ് മന്ത്രിയുടെ പൂർണ്ണമായ അനുഗ്രഹാശിസുകൾ ഇല്ലാതെ ഇത്രയും ബൃഹത്തായ ഒരു ഓപ്പറേഷനിലേക്ക് കടക്കാൻ താഴെത്തട്ടിൽ നിൽക്കുന്ന കരാറുകാരോ ഏജന്റുമാരോ മുരാരി ബാബു ഒന്നും തന്നെ തയ്യാറാകാനുള്ള സാധ്യതയില്ല എന്ന് സാമാന്യ യുക്തിയാണ്. ആ രീതിയിൽ അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആരോപണം മാത്രമല്ല അന്വേഷണം നീളുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്താൽ സംഗതി പാളിപ്പോകും. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സമ്മർദ്ദമാണ്. കാരണം ഒരു മുൻ മന്ത്രി, ഇപ്പോഴത്തെ നിലവിലെ MLA, അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ആ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന് മാത്രം പറയാം. 1/2 ഡസനിലധികം അറസ്റ്റുകൾ ഇതുവരെ നടന്നു കഴിഞ്ഞു. ഇനിയും ആരൊക്കെ കുടുങ്ങുമെന്ന ആശങ്ക CPM-ന് തന്നെയുണ്ട്. കേരളവും അത് ഉറ്റുനോക്കുന്നു. ഇനി പത്മകുമാർ നൽകുന്ന മൊഴി CPM-ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ? ഒപ്പം ശരിക്കും ജയിലിനകത്തുള്ള പത്മകുമാറിനെ പേടിക്കണോ CPM? അകത്തുള്ള പത്മകുമാറിനെയാണോ പുറത്തുള്ള പത്മകുമാറിനെയാണോ കൂടുതൽ പേടിക്കേണ്ടത് എന്നതിലാണ് ആശയക്കുഴപ്പം. CPM-നെ സംബന്ധിച്ചിടത്തോളം SIT ഇപ്പോൾ ലഭിക്കുന്ന SIT-യുടെ മുമ്പാകെ ലഭിക്കുന്ന എല്ലാ മൊഴികളും വളരെ കൂലങ്കഷമായി അവലോകനം ചെയ്യേണ്ടതുണ്ട്. തങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് പുറമേ പറയുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി മുട്ടിവിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് എടുക്കാനാവൂ. അല്ല എങ്കിൽ തന്നെ എക്കാലത്തും പാർട്ടി എടുത്തുള്ള നിലപാടുകൾ, പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ആദ്യം അത് ഏത് CPM മാത്രമല്ല ഏത് പാർട്ടിയും നിഷേധിക്കുക എന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ തെളിവുകൾ, സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വരുമ്പോൾ എങ്ങനെ ഈ മൗനം തുടരാനാവും? അത് പാർട്ടി അലട്ടുന്ന വലിയ ചോദ്യമാണ്. നിരന്തരമായ ചോദ്യം ചെയ്യലിൽ പാർട്ടി നേതാക്കളുടെ കൂടുതൽ പാർട്ടി നേതാക്കളുടെ ഈ ശൃംഖലയിലെ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിയിൽ വന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സംഘർഷമാണ് ഉണ്ടാകുക. കാരണം ശബരിമല എന്ന് പറയുന്നത് പാർട്ടിക്ക് വളരെ വിലപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ്. അതായത് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിയോജകമണ്ഡലം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസ സമൂഹത്തിൻ്റെ നായർ വിഭാഗം, ഈഴവ വിഭാഗം, ഈ 2 വിഭാഗത്തിൻ്റെയും പിന്തുണ ആവശ്യമുള്ള ഒരു സമയമാണിത്. ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഒരു ഭീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷ വിഭാഗത്തിലെ പ്രബല വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശബരിമല സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം വരുന്നത്. അതുകൊണ്ട് വിശ്വാസ സമൂഹം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി യുവതീ പ്രവേശന ആചാര ലംഘന സമയത്ത് CPM-നെതിരെ തിരിഞ്ഞതിന് സമാനമായ രീതിയിൽ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും മകുടമായ ഒരിടത്ത്, വളരെ പരിപാവനമായ ഒരിടത്ത് തീവെട്ടുകൊള്ള നടന്നു. അത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. സർക്കാരിനൊന്നും ചെയ്യാനായില്ല. സർക്കാരിലെ ആളുകൾ ഇതിൽ, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെയും ആളുകൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിൽ ഏറെക്കാലം ഇതൊരു വലിയ ഒരു മറ കളങ്കമായി നിൽക്കും. അത് പാർട്ടിക്കും അത് കളങ്കമായി നിൽക്കും. അതുകൊണ്ടാണ് പാർട്ടി വളരെ സാവകാശം, വളരെ ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചുള്ള മെഷേർഡ് പ്രതികരണങ്ങളാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുമോ? എന്താണ് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം? CPM-ന് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നീ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.